ഹലോ ഗൈസ്, ജഫോടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ തമ്പനിലൊക്കെ കണ്ടു കാണും, നമ്മുടെ ഒരു അട്രാക്റ്റീവ് തമ്പനയിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതായത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് ചെറിയൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം എന്നെ വാട്സപ്പിൽ വിളിക്കുന്ന ആൾക്കാരും യൂട്യൂബിൽ കോൺടാക്ട് ചെയ്യുന്ന, അതായത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ, ഫോണിൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അവരുടെ മനസ്സിനെ കുറച്ച് സങ്കടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങൾക്കൊരു സമാധാനമായിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും ഈ സംഭവം നിർത്തിപ്പോവില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടാവും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാനൊരു സാധാരണക്കാരനാണ്. അതായത് ടാപ്പിംഗ് തൊഴിൽ, അതായത് റബ്ബർ വെട്ടുന്ന പരിപാടിയും പിന്നെ വണ്ടി പോകുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി തൊഴിലാളിയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ വേണമെന്നുണ്ട് എന്ത് പണിക്ക് ഞാൻ റെഡിയാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്തും അതിന് മുന്നേ ഞാൻ പോയി റബ്ബറൊക്കെ വെട്ടിയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ മെയിൻ ചാനലായ ജിജോസ് വ്ലോഗ് എന്ന മെയിൻ ചാനലിനകത്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോഴും ഇതേപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ റീപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞ കാര്യം, ഒരുപാട് യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് അവർ ആരും റീപ്ലൈ തന്നില്ല. ആരെയും വിളിച്ചിട്ട് കോൺടാക്ട്, നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒരുപാട് യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ആരും റീപ്ലൈ തരുന്നത് ചേട്ടാന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അനുഭവം എനിക്കറിയാം. എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് കയറി വന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കേണ്ട, അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന്, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന്, ഒരുപാട് നാണക്കേടുകളിൽ നിന്ന് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അതായത് ഞാനും എൻ്റെ വൈഫും ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കളിയാക്കലുകളെല്ലാം സഹിച്ചിട്ടാണ് ഞാനെന്നല്ല, ഏകദേശം എവിടെയെങ്കിലും എത്തിപ്പെടുത്തേണ്ട എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ടെക് ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലിയിൽ ഉള്ള ആൾക്കാർ ഇത് കാണണം. കണ്ടിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് പേര് എല്ലാവരും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ചേട്ടാ ഞാൻ നിർത്തുമോ ചേട്ടാ, എൻ്റെ ചാനൽ തീരെ വ്യൂ ഇല്ല ചേട്ടാ, എനിക്ക് എന്നാന്ന് അറിയത്തില്ല, എനിക്കൊരു രക്ഷയില്ല, ഞാൻ നിർത്തിപ്പോവാ, എൻ്റെ മനസ്സ് മടുത്തു, ഞാൻ ഇനിയിപ്പോൾ ചെയ്യുന്നതിന് അർത്ഥമുണ്ടോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമായിക്കോട്ടെ, അവരൊന്നും ചാനൽ നിർത്തിപ്പോവാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സാധനം ഞാൻ കാണിച്ചു തരാം ഗൈസ്. വളരെ അഭിമാനത്തോടെയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം നമ്മുടെ ചാനലിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചാൽ പറഞ്ഞ്, ചേട്ടാ എനിക്ക് ഇന്ന സാധനം വേണം, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ലക്ഷ്യം, പൈസേനേക്കാളുപരി എനിക്കിങ്ങനെ ഒരു സാധനം കൈ വരണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ചാനൽ ഉണ്ടാക്കുന്നത് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഇത് കണ്ടോ, ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പോയി ഒപ്പിട്ട് മേടിച്ച സാധനമാണ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ടല്ല, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് എനിക്ക് കിട്ടിയതാണിത്. അതായത് എൻ്റെ മാത്രമല്ല, ഞാനും എൻ്റെ വൈഫും പിള്ളേരും എല്ലാം കൂടെ കൂടിയിട്ടുള്ള മെയിൻ ചാനലായ ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ അകത്തുള്ള കിട്ടിയ ഞങ്ങളെ വിലമതിക്കാനാകാത്തൊരു ഗിഫ്റ്റാണിത്. അതാണ് ഇതുണ്ടോ, ഇവിടെ കാണാം. ഇവിടെ നമുക്കൊരു യൂട്യൂബിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്, എന്താ പറയുക, ഒരു അവാർഡിൻ്റെ ഒരു കോപ്പിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഒരു പ്രചോദനമായിക്കോട്ടെ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്കിത് വെക്കാനുള്ളൊരു കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ ആദ്യത്തെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ അവാർഡാണിത്. എല്ലാവരും ചോദിച്ചു, ഞാൻ എൻ്റെ ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഇട്ടതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഈ പ്ലേ ബട്ടൺ പിടിച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, അല്ല ചേട്ടാ നിങ്ങളുടെ ചാനലിനകത്ത് ജസ്റ്റ് അന്നേരം 600 സബ്സ്ക്രൈബേഴ്സ് കണ്ടുള്ളായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്ത സമയത്ത്. അത്ര ഉള്ളായിരുന്നല്ലോ, അത്ര ഇതുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്ലേ ബട്ടൺ കിട്ടിയെന്നൊക്കെ വെച്ചു. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നത് നമ്മുടെ ഈ ചാനലിൽ നിന്നല്ല, ഞങ്ങളുടെ മെയിൻ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ വേറെ ഉണ്ട്, ജിജോസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനലാണ്. അതൊരു ഫാമിലി വ്ലോഗ് ചാനലാണ്. അതിൻ്റെ അകത്താണ് നമുക്ക് ആദ്യമായിട്ട് പ്ലേ ബട്ടൺ കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര ആൾക്കാർ നമ്മൾ അടിച്ചമർത്താൻ വന്നാലും ഒരാളും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞുതരാം, നമ്മളെ ബെസ്റ്റ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ വരെ, നമ്മൾ എത്ര എന്താ പറയുക നന്നാകണമെന്ന് വിചാരിക്കുന്ന നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ ഒഴിച്ച് ബാക്കി എത്ര നമ്മൾ
ബെസ്റ്റ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ചില സമയത്ത് അവരുടെ മനസ്സിൽ നമ്മൾ നന്നാകുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാകാം. എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല, എനിക്കറിയാം, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരും ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ കൈ വരാൻ, എനിക്ക് വരുമാനം കിട്ടുന്നതോ വരുമാനം കിട്ടാത്തതോ ഒന്നുമല്ല വിഷയം. എൻ്റെ മെയിൻ ചാനൽ ഞാനിപ്പം ജെഫോടെക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് വീഡിയോ ചെയ്യാൻ എനിക്ക് ശരിയാക്കി പറ്റുന്നില്ല. മര്യാദയ്ക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ അതിന് കുറച്ച് വ്യൂ ഒക്കെ കുറവാണ്. അത്യാവശ്യം ഷോർട്ട് ഇടുന്നതിനൊക്കെ 2 ലാക്ക് 3 ലാക്ക് 1 മില്യൺ എന്നൊക്കെ പറഞ്ഞ വ്യൂ ഉള്ള ചാനലായിരുന്നു. ഇപ്പം നമ്മുടെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡൗൺ ആയിട്ടുള്ളത്. പക്ഷേങ്കിൽ എന്നിരുന്നാലും ഇത് ഇപ്പോഴും എനിക്ക് അഭിമാനത്തോടെ എൻ്റെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. കാരണം നമ്മുടെ പഞ്ചായത്ത് തന്നെ, ഞങ്ങളുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കാവിലുംപാറ പഞ്ചായത്ത് എന്ന് പറഞ്ഞ പഞ്ചായത്താണ്. അപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ എനിക്കൊരു അവാർഡും കിട്ടിയിട്ടില്ല. സത്യമായിട്ടും നിങ്ങളാണ് സത്യം. ഇപ്പം എന്നെ ഒരുപാട് പേര് സാറേ എന്നൊക്കെ വിളിക്കുന്നത്. അതാണ് ഞാനൊരു വീഡിയോ വന്ന് പറഞ്ഞായിരുന്നു, ഒരിക്കലും എന്നെ വന്നിട്ട് സാറേ എന്ന് വിളിക്കരുത്. കാരണം എനിക്ക് അതിനുള്ള അർഹതയില്ല. കാരണം നിങ്ങൾ എന്നെ വന്നിട്ട് സാറെന്ന് വിളിക്കുമ്പോൾ എന്നെക്കാളും ഒരുപാട് ഹെഡ് മിസ്ട്രസ്, പിന്നെ ഒരുപാട് റിട്ടയർഡ് അധ്യാപകരൊക്കെ എന്നെ വന്നിട്ട് സാറേ എന്ന് വിളിക്കുമ്പം ഒരു വാട്സപ്പിനകത്താണേലും ഫോൺ വിളിക്കുമ്പോൾ സാർ എന്നെ എടുക്കുവാണ് സാർ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. കാരണം വെച്ചാൽ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ വലിയൊരു പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. അത്ര വലിയ പഠിപ്പിസ്റ്റോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. സാധാരണക്കാർ നമ്മുടെ നാട്ടിൽ സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പണിക്ക് പോയി ജീവിക്കണം എന്നുള്ളൊരു ഒരു ലെവലിലുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടുതൽ നാട്ടിലുള്ളത്. അതേപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് പണിക്ക് പോകേണ്ട സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പായും അമ്മയൊക്കെ ആണെങ്കിൽ തന്നെ പണിക്ക് അങ്ങനെ വിടുമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അതേപോലെ പോകുന്നുണ്ട്. ഞാനും ആ വഴി സ്വീകരിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോയി എന്ന് പറഞ്ഞാലും അതിൻ്റെ കൂടെ തന്നെ പണിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത്. ഇപ്പം ഡിഗ്രിയും പഠിച്ചു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ പണിയെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഫീസ് കൊടുക്കലും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അന്നേരം പോലും എനിക്കൊരു അവാർഡ് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് മത്സരത്തിൽ നിന്നൊക്കെ പങ്കെടുക്കാനുള്ള യോഗ്യതയ്ക്കൊന്നും അതിന് നമ്മൾ പോയിട്ടില്ല. താനും പോയാൽ തന്നെ ഒരിടത്തുനിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ പഞ്ചായത്ത് തന്നെ, കോഴിക്കോട് ജില്ലയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ എൻ്റെ അറിവിൽ ഇങ്ങനൊരു സാധനം കിട്ടിയ വേറെ ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അഹങ്കാരമല്ല, എന്താ പറയുക, ഭയങ്കര എന്താ പറയുക, അതിന് വാക്ക് എനിക്കറിയത്തില്ല എന്താണ്, അത്രയ്ക്കും ഇതോടെ പറയുകയാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു വിലമതിക്കാനാകാത്ത സംഭവമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം തന്നെ ഇന്ന് നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസ് ആയ ദിവസമാണ്. അതും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ചാനൽ 4000 മണിക്കൂർ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു മോണിറ്റൈസേഷൻ ആയിന്ന് അപ്ലൈ ചെയ്യൂ. 3 ദിവസം മുമ്പേ ഞാൻ പറയായിരുന്നു നമ്മുടെ ചാനൽ 3000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇന്ന് ഫുൾ മോണിറ്റൈസേഷനായി. നമ്മുടെ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഇനിയുള്ള ചാനൽ, നമ്മുടെ വീഡിയോസിനെല്ലാം നമ്മുടെ ജെഫോടെക് എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇനിയുള്ള വീഡിയോസിനെല്ലാം പരസ്യം കാണും. ആഡ്സ് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇനി ആഡ്സ് സ്കിപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാനാവുള്ളൂ. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോൻ്റെ അകത്തും നിങ്ങൾ പരസ്യം സ്കിപ്പ് ചെയ്തിട്ടാണ് കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കാണുന്നതിനകത്ത് നിങ്ങൾക്ക് പരസ്യം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ കാണുന്ന വീഡിയോസിനെല്ലാം പരസ്യം ഉണ്ടാകും. ഈ വീഡിയോ തൊട്ട് നിങ്ങൾക്ക് പരസ്യം സ്കിപ്പ് ചെയ്തിട്ട് കാണാനാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ്. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ സങ്കടം പറയുന്നത് കേൾക്കുമ്പോൾ സഹിക്കാനാവില്ല. ഓരോരോ പ്രശ്നം കാണിച്ചിട്ട് ചാനൽ ഡിലീറ്റ് ആയി പോകുന്ന ആൾക്കാർ, അവരുടെ സങ്കടം കാണുമ്പോൾ അതും എനിക്ക് സഹിക്കാനാവില്ല. കാരണം ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും, എൻ്റെ മക്കളെ ഇങ്ങനെ ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ പോകുന്നത്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളൊരു ചാനൽ തുടങ്ങി നിങ്ങൾക്കത് റീച്ച് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പുറകോട്ട് ചിന്തിക്കാൻ പാടില്ല. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കാര്യത്തിലല്ല, ജീവിതത്തിൽ ഏത് കാര്യത്തിലായാലും നമ്മൾ ഒരു കാലത്തും സക്സസ് കാണാൻ പോകുന്നില്ല. ആരൊക്കെ തെറി പറഞ്ഞു, ഞങ്ങളെ തെറി പറഞ്ഞ് നാണം കെടുത്തി ഞങ്ങൾക്ക് എൻ്റെ പപ്പായൊക്കെ വന്നതിനോട് പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ പുറത്തോട്ടിറങ്ങുന്ന ഞങ്ങൾക്ക് എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എന്നെയും എൻ്റെ വൈഫിനെയും കൊണ്ട് നാണക്കേട് സഹിച്ചിട്ട് എനിക്കൊന്നും പുറത്ത് തലയോർത്ത് നടക്കാനാകുന്നില്ലടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാര്യം പുറത്തിറങ്ങുന്ന സമയം നാട്ടുകാർ ഇതൊന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് അറിയാലോ, ജിജോസ് വ്ലോഗ് എന്ന ചാനലിനകത്ത് ഫുള്ള് ഫണ്ണി വീഡിയോസും കോമഡി ഡാൻസ് ഞങ്ങളാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ ആ സമയത്ത് അതൊന്നും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ തരം താഴ്ത്തി കാണാനും നാണം കെടുത്താനും വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളായിരുന്നു. നമ്മുടെ നാട്ടുകാരായാലും എല്ലാവരായാലും. എന്നെ ഇപ്പോൾ അതിൻ്റെ പേരിൽ ആരും തെറി പറയാൻ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത പേരുണ്ട് കേട്ടോ, സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ നമ്മളെ തളർത്താനും അടിച്ചമർത്താനും നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പൈസേനേക്കാളും കൂടുതൽ
പിന്നെ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം പക്ഷേ വേറെ കാര്യമാണ് ഞാൻ പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ 2 ചാനലുണ്ട്, 2 ചാനൽ ഇപ്പോൾ മോണിറ്റൈസേഷനായി. പക്ഷേ ഇന്നേ വരെ നമുക്കൊരു വീടൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു സംഭവം ഇതിങ്ങനെ പേക്കലിട്ട് വെച്ചു. സാറിന് എല്ലാവരും വീട്ടിൽ കറക്റ്റായിട്ട് തൂക്കിയിടുന്ന സാധനമാണ്. ഇതാ ഇവിടെ 2 ക്ലിപ്പൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, പ്ലേ ബട്ടൻ്റെ 2 സൈഡിലും 2 ക്ലിപ്പൊക്കെ ഉണ്ട്. ഇത് വേണം നമുക്ക് ആണി അടിച്ച് തൂക്കിയിടാനൊക്കെ പറ്റിയ സാധനമാണ്. വീടിൻ്റെ ഭിത്തിയിൽ നമുക്ക് റൂമൊക്കെ നല്ല ഹാളിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനമാണ്. ഒരു അഹങ്കാരത്തോടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ഇത് ആണി അടിച്ച് വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുഞ്ഞു വീടാണ്, ഒരു ഷെഡാണ്, വീടൊന്നും പണി കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ നമ്മുടെ തറവാട്ടിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. വീടിൻ്റെ പണിയൊന്നും തീർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും എവിടെയും പറ്റില്ല. ഇത് മര്യാദയ്ക്ക് പെട്ടിയിൽ ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടിയിൽ കവറൊക്കെ ഇട്ട് സാധാരണ പോലെ സൂക്ഷിച്ചേക്കാണ്. അത് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ള് പൊടിയും ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ വർത്തമാനം കേട്ടിട്ട് ഒരിക്കലും തളരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ അടിച്ചമർത്താനും നാണം കെടുത്താനൊക്കെ ഒരുപാട് പേര് വരും. ഒരാളുടെ വർത്തമാനത്തിൽ നമ്മൾ വീഴാൻ പാടില്ല. നല്ല അന്തസ്സായിട്ട് പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യണം. എത്ര വീഡിയോയ്ക്ക് വ്യൂ കുറവില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അത്. നമുക്ക് വീഡിയോയ്ക്ക് വ്യൂ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ആകാനാവില്ല. യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ നമ്മുടെ വീഡിയോ എപ്പം കയറുന്നു ആ സമയം തൊട്ട് നമ്മൾ യൂട്യൂബറായി. നിങ്ങൾ മോണിറ്റൈസേഷൻ ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കും ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ. അതിന് മുമ്പ് നമ്മൾക്ക് എഴുതി കാണിക്കുന്നത് നിങ്ങളൊരു യൂട്യൂബ് പാർട്ട്ണർ ആയിട്ടില്ല, പാർട്ട്ണർ ആകാൻ വേണ്ടി അപ്ലൈ ചെയ്യുമെന്നൊക്കെ എഴുതി കാണിക്കും. പക്ഷേ നിങ്ങളതിന് ശേഷം നിങ്ങളൊരു യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം നിങ്ങൾ അംഗമായിട്ടുള്ളൊരു സംഭവം നമുക്ക് കാണിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്തൊരു സന്തോഷത്തിലാണ് നമ്മളുണ്ടാവുക. അപ്പോൾ ഗൈസ്, ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ട് പോകില്ല, നിങ്ങൾക്കെല്ലാം മനസ്സിലാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ തൊട്ടുള്ള വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.